ഹായ് ഹലോ നമസ്കാരം യൂറോണംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ മോട്ടോർ സൈക്കിളിലൊക്കെ വ്ളോഗ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റിൻ്റെ ബോക്സാണിത്. ടെലസിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ യു ഷേപ്പ് മാഗ്നറ്റിക് നെക്ക് ഹോൾഡർ മൗണ്ട് മാക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്തതാണ്. ഓൺലൈൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അത് കയ്യിൽ കിട്ടിയാൽ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം പ്രൊഡക്റ്റ് അതിൽ ഉള്ളത് ക്വാളിറ്റി ഉള്ളത് തന്നെയാണോ, അല്ലെങ്കിൽ ഒരാൾ വാങ്ങിയിട്ട് റിട്ടേൺ കൊടുത്ത സാധനമാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു യൂസർ മാനുവലാണ് ആദ്യം മുകളിലായിട്ട് കാണുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. പിന്നെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിൽ വെക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു സാധനമാണ്. ഇതാണ് മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് വിശദമായിട്ട് നമുക്ക് നോക്കാം. പിന്നുള്ളത് ഈ ഒരു സ്ക്രൂ ആണ്. പിന്നെ ഇങ്ങനൊരു സംഭവമാണുള്ളത്. വേറെ ബോക്സിലൊന്നുമില്ല. ഇനി ഈ ഒരു പ്രൊഡക്റ്റിനെ വിശദമായിട്ടൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ടെലിസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ഇവിടെ കാണാൻ പറ്റും. ഇത് ഒരു മാല പോലെ ഇതേപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. ഈ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ എടുത്താൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുക, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കഴുത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കഴുത്തിൽ ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാമറ, അതായത് നമ്മൾ ആക്ഷൻ ക്യാമറ, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവരൊക്കെ അധികം ഉപയോഗിക്കുക ആക്ഷൻ ക്യാമറകളാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ആക്ഷൻ ക്യാമറ നമുക്ക് ഇതേപോലെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ നെക്ക് ഹോൾഡർ മൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, ഒരു വൈറ്റ് കളർ കാണാൻ പറ്റും. ഈ ഇതിലും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും ഒരു വൈറ്റ്, ഒരു ഡോട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും ഒരു ഡോട്ട്. ഈ ഒരു ഡോട്ട് ഉള്ള ഭാഗം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇത് മാഗ്നറ്റാണ്. ഇത് നമ്മൾ നേരെ ഇതേപോലെ ഇവിടെ ഫിറ്റ് ചെയ്താൽ ഇത് നേരെ ഇവിടെ പ്രസ്സായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ഇത് ഇങ്ങോട്ട് ഊരി പോരൂല. ഇനി ഈ ഒരു നെക്ക് മൗണ്ടിലേക്ക് എങ്ങനെയാണ് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഓൾറെഡി ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു പ്ലഗ്, ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മൾ ആ നെക്ക് മൗണ്ടിൽ ഫിറ്റ് ചെയ്യുന്ന മാഗ്നറ്റ് ആണ്. ഇതിലും ഉണ്ടൊരു പ്ലഗ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് DJIൻ്റെ ആക്ഷൻ ക്യാമറ ആണ്. അപ്പോൾ ഇതിന് ഓൾറെഡി ഒരു പ്ലഗ് ചെയ്യാനുള്ളത് വരുന്നുണ്ട്. ഇതാണത്. ഈ ഒരു മാഗ്നറ്റിക് മൗണ്ട് ഉണ്ട് നമുക്ക് ഓൾറെഡി ഇതിൻ്റെ മുകളിൽ പ്ലഗ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് മൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മാഗ്നറ്റിൽ നമ്മളെ ടെലസിൻ്റെ നെക്ക് മൗണ്ടിൻ്റെ കൂടെ വരുന്ന ഈ ഒരു മാഗ്നറ്റിൽ ഇവിടെ ഈ ഒരു ഇത് കാണാൻ പറ്റും. ഇതും അതേപോലെ തന്നെ ഇവിടെ ഇതിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇത് നേരെ ഇങ്ങനെ കയറ്റിയിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് കൂടെ കിട്ടുന്ന ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രൂ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്തിട്ട് ടൈറ്റാക്കി വെക്കുക. അപ്പോൾ ഇത് ടൈറ്റായി. ഈ ഒരു സിസ്റ്റാണ്. ഇങ്ങനെ ടൈറ്റാക്കി വെച്ചതിന് ശേഷം ഇതിപ്പോൾ നമ്മളെ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള പൊസിഷനിലായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നെക്ക് മൗണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതിവിടെ ഇങ്ങനെ ഇതേപോലെ ഫിറ്റ് ചെയ്യുക. ഇത് മാഗ്നറ്റ് ആണ്. ഇത് ഓൾറെഡി ഫിറ്റായി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ക്യാമറ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ക്യാമറ എടുക്കുക. ക്യാമറ എടുത്തിട്ട് നേരെ ഈ ക്യാമറൻ്റെ മൗണ്ട് ചെയ്യുന്നതും മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ എടുത്തിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്യുക. ഇനി ഇതിങ്ങോട്ട് പുറത്തേക്ക് പോരില്ല. അപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, ക്യാമറയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് വരും. അതിന് ശേഷം നമ്മളെ നെക്കിൽ
ഇതേപോലെ വെച്ചിട്ട് നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഈ സംഭവം ഇവിടെ പ്രസ്സാക്കി വെക്കുക. ക്യാമറ അവിടെ റെഡി ആയിട്ട് ഫിറ്റായിട്ട് നിന്നു. കറക്റ്റായിട്ട് ക്യാമറ ഫിറ്റായിട്ട് നിന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ക്യാമറ നെക്ക് മൗണ്ടിൽ ഫിറ്റായി കഴിഞ്ഞു. നമ്മളെ ചെസ്റ്റിൻ്റെ നേരായിട്ട് ക്യാമറ വന്നു കഴിഞ്ഞു. ഈ ഒരു ക്യാമറേനെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുണ്ടല്ലേ ഇതേപോലെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഈ നെക്ക് മൗണ്ട് ഫിറ്റ് ചെയ്തു, അതിൽ ക്യാമറ ഫിറ്റ് ചെയ്തു, എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇമാജിൻ ചെയ്യാം. കാരണം ഞാൻ പുറത്ത് പോയിട്ട് ഈ വീഡിയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളൊരു ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ, ഈ ഒരു നെക്ക് മൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഇതേപോലെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓൺ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. കാരണം നമ്മൾ ബൈക്കിലാണ് പോകുന്നതെന്ന് കരുതിയിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഇളക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നടന്നുകൊണ്ടും വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന വീഡിയോകളൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു നെക്ക് മൗണ്ട് വെച്ചിട്ട് ക്യാമറ ഇതിൽ ഘടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ എടുക്കാൻ പറ്റും. നമുക്കിതാ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ നിൽക്കും ക്യാമറ. അപ്പോൾ താഴെയാണ് ഭക്ഷണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിയുന്നത്, പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ നമുക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വെച്ചിട്ട് മൊബൈലിൻ്റെ സ്ക്രീൻ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. നേരെ ഇങ്ങനെ താഴത്തേക്കൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ട് പോവാണ്. ഇപ്പോൾ നമ്മളെ കാലിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നടക്കുന്ന ആ ഒരു സ്റ്റെപ്പ് വെക്കുന്നതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ താഴ്ത്തി വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കിപ്പം പെട്ടെന്ന് ഇങ്ങനെ ചെസ്റ്റിൽ വെച്ച് തന്നെ അല്ലാതെ നമുക്ക് നമ്മളെ സെൽഫി വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഈ ലോക്ക് ഇങ്ങോട്ട് അയച്ചെടുക്കാം. എന്നിട്ട് ഇതിവിടെ തന്നെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് സെൽഫി വീഡിയോസും എടുക്കാം. അതുപോലെ എവിടെയെങ്കിലും ഹാങ്കർ ചെയ്തിട്ട് ഇങ്ങനെ ഇതേപോലെ തൂക്കിയിട്ടിട്ട് എന്തെങ്കിലും മരത്തിൻ്റെ കൊമ്പിലൊക്കെ തൂക്കി വെച്ചിട്ട് നമുക്ക് നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വല്ല ഗ്രില്ലോ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇളകിപ്പോകുന്നുള്ളതോ അങ്ങനെ പിന്നെ ജെർക്ക് ചെയ്യുന്നുള്ളതൊന്നും ചിന്ത വേണ്ട. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണിത്. ഇതൊരു പ്രത്യേകതരം മെറ്റീരിയലാണ്. ഇതിങ്ങനെ ബെൻഡ് ആവുന്നതൊക്കെ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇതിങ്ങനെ ബെൻഡ് ആവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർക്ക് നല്ല എളുപ്പമാണ്. നടന്നുകൊണ്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും നമ്മൾ വീഡിയോ എടുക്കുന്നതായിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇത് കഴുത്തിലുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുമെങ്കിൽ കൂടിയിട്ട് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചെടുക്കുന്നത് പോലെ അല്ലല്ലോ. ഇത് നേരെ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് ആളുകളെ ശ്രദ്ധയിലേക്ക് വരില്ല. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ജസ്റ്റ് അങ്ങനെ നടന്ന് പോകാമെന്നല്ലാതെ ആളുകൾ നോക്കുമ്പോൾ ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം കാണെങ്കിൽ പോലും അത് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചെടുക്കുന്ന പോലെ അങ്ങനെ ഒരു ഫോക്കസ് ചെയ്തെടുക്കുന്നത് പോലെ അങ്ങനെ തോന്നൂല. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്. ഞാനിതിൻ്റെ ട്രാവൽ വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. മുൻപ് ഞാനൊരു മാഗ്നറ്റിക് മൗണ്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം പിന്നെ ആ ഒരു മാഗ്നറ്റ് പ്രസ്സിങ് അഴിഞ്ഞു പോകാനുള്ള ഊരിപ്പോരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഇളകും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുലുക്കം ഉണ്ടാകുമ്പോഴൊക്കെ ഇതിങ്ങനെ ഇളകി കളിക്കും. ഇതിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവില്ല. പെട്ടെന്ന് ഓവറായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല മുൻപൊക്കെ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർ ഒരു ചെസ്റ്റ് മൗണ്ട് വാങ്ങലുണ്ട്. ക്യാമറ ഇതേപോലെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെസ്റ്റ് മൗണ്ട് വാങ്ങലുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇടുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഒരു പിക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിങ്ങനെ എടുത്ത് തോളിലൂടെ ഇട്ട് ഇങ്ങനെ ഫിറ്റാക്കി ബാക്കിലൊക്കെ ഫിറ്റ് ചെയ്ത് അതിന് ശേഷം ക്യാമറ ഫിറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ അതില്ല. ഇത് നമുക്ക് ഇങ്ങനെ അയച്ചെടുക്കാം. ഇതേപോലെ ഫിറ്റ് ചെയ്യാം. കുഴപ്പമില്ല. പിന്നെ ഈ ഒരു DJIൻ്റെ ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഈ ഒരു മാഗ്നറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ അയച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റും. നേരെ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതേപോലെ ഇവിടെ ഫിറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ നമുക്ക് ഈ ഒരു മാഗ്നറ്റ് മൗണ്ട് കൊണ്ട് നമുക്കുണ്ട്.
അപ്പം നമ്മൾ ഈ ഒരു ടെലിസിൻ്റെ യു ഷേപ്പ് മാഗ്നറ്റിക് നെക്ക് ഹോൾഡർ മൗണ്ട് മാക്സ് അതിൻ്റെ ഒരു ഏകദേശ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നില്ല, എന്നാലും ഇത് ഏകദേശം കുറേ ആയിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട്. ഏതായാലും വേണ്ടിയില്ല, ഈ ഒരു പ്രോഡക്റ്റ് വളരെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. എനിക്ക് ട്രാവൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. നമ്മളൊരു പരസ്യത്തിന് വേണ്ടി ചെയ്യല്ല കേട്ടോ. ഇത് കുറേ മുൻപേ ഇറങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുവിധ ആളുകളെ കയ്യിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ മതിയാവും, ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആളുകളെ കയ്യിൽ. പിന്നെ ഞാൻ കുറേ ഇതിൻ്റെ റിവ്യൂസിൻ്റെത് മലയാളത്തിൽ നോക്കിയിട്ട് കാണാത്തത് കൊണ്ടാണ്. 1-2 വീഡിയോകൾ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ അല്ലാതെ മലയാളത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇതെല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നു, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. എല്ലാ രീതിയിലും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. ഇത് നമുക്ക് ആക്ഷൻ ക്യാമറ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുക. ഇതിൽ നമുക്ക് മൊബൈൽ ഫോണും ഉപയോഗിക്കാൻ പറ്റും. മൊബൈൽ ഫോണിൻ്റെ ഒരു ഹോൾഡർ വാങ്ങിയിട്ട് നമുക്കിവിടെ ഫിറ്റ് ചെയ്തിട്ട് മൊബൈൽ ഫോൺ ഇപ്പം കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും വ്ളോഗ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് പ്രത്യേകം ഹോൾഡറുള്ള ടെലിസിൻ്റെ ഇതേ പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടും. ഇതിനേക്കാൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇത് 2 വർഷം മുൻപേറ്റ് ഇറങ്ങിയതാണ് ഈ ഒരു പ്രോഡക്റ്റ്. 2 വർഷം 3 വർഷത്തെ മുൻപ് ഇറങ്ങിയ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ പല സമയത്ത് ഇതിൻ്റെ റേറ്റ് മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആമസോണിലൊക്കെ. അപ്പം ഞാനിത് വാങ്ങിയ സമയത്തുള്ള റേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നീട് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലോ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. അതിലെത്ര പ്രൈസ് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. നല്ല പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ്. മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് പ്രത്യേകമുള്ള ആ ഒരു പ്രോഡക്റ്റിന് ഇതിനേക്കാൾ കൂടുതൽ വില വരും. സംഭവം ഇതേ സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോൾഡർ ഉണ്ട്. അത് മാഗ്നറ്റിക് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു യു ഷേപ്പ് മാഗ്നറ്റിക് നെക്ക് ഹോൾഡർ മൗണ്ട് മാക്സ് ടെലിസിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാവുന്നത്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഈ ഒരു ചാനലിന് നിങ്ങളൊരു പ്രത്യേകം സപ്പോർട്ട് ചെയ്തു തരണം. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഒന്ന് കണ്ട് ലൈക്കൊക്കെ ചെയ്ത് അതുപോലെ തന്നെ കമൻസൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനിപ്പം കുറേ ആയിട്ട് വീഡിയോ നിർത്തി വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ടുള്ള കുറച്ച് പ്രയാസങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിർത്തി വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോന്നൊന്നും അറിയില്ല. ആദ്യം ഞാൻ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യൽ. ഇപ്പം അങ്ങനെയല്ല, പെട്ടെന്ന് തോന്നും, അന്നേരം ചെന്നിട്ട് വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിലാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ട് 4 മാസത്തിലേറെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.